ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയിലെ ലാസ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് എനിക്ക് കാണാം ചില ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മൂടി എന്തോ ഒരു തുണിയിട്ട് മൂടിയിരിക്കുന്ന പോലെ മൂടിയിരിക്കുന്ന ചില ആളുകൾ, മൗനമായിരിക്കുന്ന ചില ആളുകൾ, ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ചില ആളുകൾ, എന്താ പറയുക ദുഃഖത്തോടെ ഇരിക്കുന്ന ചില ആളുകൾ. കർത്താവ് ഇന്ന് എന്താ, നിങ്ങൾ ഈ സൺഫ്ലവറിനെ കണ്ടിട്ടുണ്ടോ? വൈകുന്നേരം ആകുമ്പോൾ ഈ സൺഫ്ലവർ ഇങ്ങനെ ഇരിക്കും, പക്ഷേ സൂര്യനെ കാണുമ്പോൾ ഈ സൺഫ്ലവർ ഇങ്ങനെ നിവർന്ന് അതിങ്ങനെ പ്രകാശിച്ച് നിൽക്കും. ഇതുപോലെ നീതി സൂര്യനായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉദിച്ചിരിക്കുകയാണ്. നീതി സൂര്യനായ യേശു നിങ്ങളുടെ വീട്ടിനകത്ത് നിന്ന് ഉദിച്ചിരിക്കുകയാണ്. ആ യേശുവിനെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഓട്ടോമാറ്റിക്കലി ഈ ഗ്ലൂമി ആയിരിക്കുന്ന ഫേസ് എല്ലാം അങ്ങ് നിവർന്നങ്ങ് വരും. എല്ലാ സങ്കടങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകും. ഇന്ന് ആ ഒരു സൺഫ്ലവർ, ഒരു എന്താ പറയുക, ആ ഒരു പുഷ്പം സൂര്യനെ നോക്കി പ്രകാശിച്ച് നിൽക്കുന്നത് പോലെ, ആ സൂര്യകാന്തി പുഷ്പം പോലെ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആ സന്തോഷത്തിൻ്റെ ഉയർച്ച, സമാധാനത്തിൻ്റെ ഉയർച്ച ഉണ്ടാകട്ടെ. ഇവരുടെ മുഖങ്ങൾ നിവരട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, താങ്ക് യു ലോർഡ്. ഇന്ന് നമുക്കൊരു സ്പോൺസറുണ്ട്, ഒരു കീ സ്പോൺസറാണ്. എറണാകുളത്ത് നിന്ന് റീത്ത രാജഗോപാലാണ്. താങ്ക് യു സിസ്റ്റർ റീത്ത രാജഗോപാൽ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഭവനത്തിലെ എല്ലാവരും സ്നാനമേൽക്കുവാൻ, ദൈവിക ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകുവാൻ, ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ കൃപ അതിശക്തമായിട്ട് അവരുടെ എല്ലാവരുടെ മേൽ വരുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുടെ 10 മണിക്ക് ബൈലിംഗൽ സർവീസാണ്. കൊച്ചിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കൊച്ചിയിലേക്ക് നേരിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ബ്ലെസ്സിങ് ടുഡേ ആരാധനാ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്, കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിലുമൊക്കെ ആയിട്ട് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിൻ്റെ 9 ആസ്പെക്റ്റുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഒരു കൺക്ലൂഷനായിട്ട് ഒരു ദിവസം കൂടെ വേണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ, ഈ 2 ആഴ്ചയിലായിട്ട് കണ്ടത്, ഗലാത്യലേഖനം 5:22-23 വചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇവയ്ക്ക് വിരോധമായി ഇതിനപ്പുറത്തായിട്ട് യാതൊരു ന്യായപ്രമാണമോ കൽപ്പനയോ ഇല്ല. ഇതുണ്ടോ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അങ്ങനെ ഒരാളെ വേറൊരു പ്രമാണം കൊണ്ടോ ന്യായപ്രമാണം കൊണ്ടോ കൽപ്പന കൊണ്ടോ ഡൂസ് ആൻഡ് ഡോൺസ് കൊണ്ട് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. ആ ഫ്രൂട്ട് പുറത്തേക്ക് വന്നാൽ ദാറ്റ്സ് ഇറ്റ്. അതിനുവേണ്ടിയാണ് ഈ സിസ്റ്റങ്ങളെല്ലാം അല്ലാത്ത രീതിയിൽ മെക്കാനിസമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫലം കായ്ക്കുന്ന വൃക്ഷം, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന വൃക്ഷം എങ്ങനെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഒന്ന് ജീവൻ്റെ വൃക്ഷം, രണ്ടാമത്തെ അറിവിൻ്റെ വൃക്ഷം. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ എന്നും എന്നേക്കും അമർത്യതയോടെ ജീവിച്ചിരിക്കുക, ഇമ്മോർട്ടാലിറ്റിയിലേക്കാണ് പോകുന്നത്. എന്നാൽ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ സംഭവിക്കാൻ പോകുന്നത്, അവരുടെ കണ്ണു തുറന്നു, അവർ നഗ്നരം നിറഞ്ഞ ശേഷം അപ്പോൾ തന്നെ അവർ ദൈവത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡായി, സെപ്പറേറ്റഡായി, സെവേർഡായി, ഏദൻ തോട്ടത്തിൽ നിന്നും അതിനുശേഷം പുറത്താക്കപ്പെട്ടു. പിന്നീടുള്ള അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സോഴ്സ്, ജീവൻ്റെ ഉറവിൽ നിന്നും അവർ വിട്ടുമാറി. കാരണം ജീവൻ്റെ വൃക്ഷം കഴിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഈ വൃക്ഷഫലം തിന്ന ശേഷം പിന്നെ ജീവൻ്റെ വൃക്ഷഫലവും കൂടി എടുത്ത് തിന്നാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ടാണ് കർത്താവ് അവരെ മാറ്റിയത്. അത് സ്നേഹം കൊണ്ടാണ് മാറ്റിയത്. ചില ആൾ ഇത് തിന്ന ഉടൻ തന്നെ അതും കൂടി പറിച്ച് തിന്നിരുന്നെങ്കിൽ പ്രശ്നം അവസാനിക്കില്ലായിരുന്നോ? നോ, ഇത് തിന്നതോടുകൂടി അവരുടെ കണ്ണുകൾ തുറന്നു. മനസാക്ഷി, ഹ്യൂമൻ കോൺഷ്യസ്നസ്, അതങ്ങ് പെട്ടെന്ന് ആക്ടിവേറ്റഡായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം നന്മ തിന്മ ഇതൊക്കെ കൂടി വന്നു. സാത്താൻ പാപത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി ഇവരുടെ ശരീരത്തിലും മനസ്സിലും
എല്ലാത്തിലും പാപം കയറി, ഭൂമി പോലും ശപിക്കപ്പെട്ടു. ആ ഒരു അന്തരീക്ഷത്തിൽ പിന്നെ ഈ ജീവൻ്റെ വൃക്ഷ ഫലം കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ അവർ നിത്യം ജീവിക്കും. അതിൻ്റെ അർത്ഥം പിന്നെ വീണ്ടെടുപ്പില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കിഴക്ക് ആ ഗേറ്റിനിടയിൽ തിരിയുന്ന വാളോടുകൂടി ദൂതനെ ഒരു കെരൂബിനെ നിർത്തി. അകത്തോട്ടിന് കയറരുത്. ഈ ജീവവൃക്ഷത്തിലേക്കുള്ള ആക്സസ് ഇനിയില്ല. ഇറ്റ് ഈസ് കട്ട്. ഇനി അത് വരണമെങ്കിൽ യേശു കർത്താവ് ഇതുപോലെ തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി 3-ാം അധ്യായം 33:15 അവിടെ തന്നെ കർത്താവ് ഒരു വാഗ്ദത്തം കൊടുത്തു. എന്താണ്? സ്ത്രീയുടെ സന്തതി അല്ലേ സർപ്പത്തിൻ്റെ തല തകർക്കും. ആ സ്ത്രീയുടെ സന്തതിയായി കർത്താവ് വന്ന് സർപ്പത്തിൻ്റെ തല തകർത്ത് നേരിട്ട് ഒരു ദൂതം വന്ന് ചെയ്താൽ പോരെ? നോ. ഈ ജഡത്തിൽ ഇത് ചെയ്തത് കൊണ്ട് ദൈവം മനുഷ്യന് ഈ ഭൂമിയുടെ മേൽ അധികാരം കൊടുത്തുപോയി. ജഡത്തിലുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ശരീരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വചനം മാംസമായി തീർന്ന് ആത്മാവാകുന്ന ദൈവം മനുഷ്യ ശരീരമെടുത്തു വന്ന് ഈ രക്ഷ നമുക്ക് വേണ്ടി നേടിയെടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ്. ഇതൊക്കെ ഗഹനമായ പല കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഒത്തിരി ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല. എനിവേ, ഈ 2 വൃക്ഷങ്ങൾ, അപ്പോൾ ദൈവം മനുഷ്യനെ ഫ്രൂട്ടേറിയനായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന് തന്നെ എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമായിരിക്കണം. അതുകൊണ്ടാണ് ഫ്രൂട്ടിലാണ് എല്ലാം തുടങ്ങിയത്. ഏറ്റവും അവസാനം വെളിപ്പാട് 22-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെയൊക്കെ ഉണ്ട് ഫ്രൂട്ട്. അതായത് മാസം തോറും 12 വിധ ഫലം കായ്ക്കുന്ന വൃക്ഷം അവിടെയും കാണുന്നുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഈ ഫലം എന്ന ഒന്ന് ഉണ്ട്. ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കാനാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. റോമലേഖനം 7:4, Romans 7:4. So, my brothers and sisters, you also died to the law through the body of Christ, that you might belong to another, to him who was raised from the dead, in order that we might bear fruit for God. എൻ്റെ മലയാളം എക്സാക്ട്ലി എനിക്ക് പറയാൻ അറിയില്ല. എൻ്റെ മലയാളം ഞാൻ എടുത്തു വച്ചിട്ടില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ന്യായപ്രമാണം സംബന്ധിച്ച് നിങ്ങൾ മരിച്ചു ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ. എന്നിട്ട് മറ്റൊരുവന്, ദാറ്റ് യു മൈറ്റ് ബിലോങ് ടു അനദർ, വേറൊരുവന് നിങ്ങൾ സ്വന്തമായി തീരേണ്ടതിന്, ടു ഹിം ഹു വാസ് റേസ്ഡ് ഫ്രം ദ ഡെഡ്, മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവൻ്റെ സ്വന്തമായി നിങ്ങൾ തീരാൻ വേണ്ടി. എന്നിട്ട് പറയാം എന്തിനു വേണ്ടി? എൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്താണ്? ദാറ്റ് വി മൈറ്റ് ബെയർ ഫ്രൂട്ട് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ലൈവ് ചാറ്റിൽ വന്നിട്ട് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? ടു ബെയർ ഫ്രൂട്ട് ഫോർ ഗോഡ്. അതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെൽ ഗ്രൂപ്പ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ബി ഫ്രൂട്ട്ഫുൾ. ഫലം കായ്ക്കുക. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു മെസ്സേജായിട്ട് പ്രസംഗിച്ചു. പിന്നീട് സെൽ ഗ്രൂപ്പ് മെറ്റീരിയലായിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ആഴ്ചകൾ പഠിച്ചിട്ടുള്ള, പല ഘട്ടങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള കുറേ വചനഭാഗങ്ങളാണ് അതിനകത്തുള്ളത്. ഇത് കൂടാതെ ഞാൻ ഇന്നും ഓർക്കുന്നത്, ചില വർഷങ്ങൾക്ക് മുമ്പ് മറൈൻ ഡ്രൈവ്, എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന ഹോളി സ്പിരിറ്റ് സിനഡിൽ ഒന്നിൻ്റെ തീം എന്ന് പറയുന്നത്, ആ വർഷത്തെ തീം ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട് എന്നായിരുന്നു. പോയി ഫലം കായ്ക്കുക. വാവ്, ഞാൻ ഇന്നും ഓർക്കുന്നു അതിൻ്റെ തീമും സെറ്റിങ്സും അല്ല, എനിക്കിന്ന് ഓർമ്മയുണ്ട്. സോ ദൈവം നമ്മോട് പറയുന്നത് തന്നെ, നിങ്ങൾ പോയി ഫലം കായ്ക്കുക. അപ്പോൾ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാകാനാണ് നമ്മയും കർത്താവ് അങ്ങനെ കാണുന്നത്, വൃക്ഷങ്ങളായിട്ട്, ഫലം കായ്ക്കേണ്ട വൃക്ഷങ്ങളായിട്ട്. തെളിവ് തരാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരിക, 17-18 വചനങ്ങൾ നോക്കുക. ലൈക്ക് വൈസ് എവ്രി ഗുഡ് ട്രീ ബെയർസ് ഗുഡ് ഫ്രൂട്ട്, ബട്ട് എ ബാഡ് ട്രീ ബെയർസ് ബാഡ് ഫ്രൂട്ട്. എ ഗുഡ് ട്രീ കനോട്ട് ബെയർ ബാഡ് ഫ്രൂട്ട് ആൻഡ് എ ബാഡ് ട്രീ കനോട്ട് ബെയർ ഗുഡ് ഫ്രൂട്ട്. അപ്പോൾ അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ടോ? അതുപോലെ തന്നെ അവണ്ണം തന്നെ എല്ലാ നല്ല വൃക്ഷവും നല്ല ഫലം കായ്ക്കുന്നു. എന്നാൽ ചീത്ത വൃക്ഷമാണെങ്കിൽ, മോശം വൃക്ഷമാണെങ്കിൽ മോശം ഫലം കായ്ക്കുന്നു. അതുപോലെ ഒരു നല്ല വൃക്ഷത്തിന് മോശം ഫലം കായ്ക്കാൻ പറ്റുമോ? നോ. ഒരു ചീത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കാൻ പറ്റുമോ? അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ വൃക്ഷം എന്താണോ അതിനനുസരിച്ചാണ് ഫ്രൂട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഇന്ന് ബോട്ടണി പഠിപ്പിക്കുമല്ല കർത്താവ്, അതല്ല ഇവിടുത്തെ ഉദ്ദേശം. കർത്താവ് അവിടെ പറയുന്നത് വളരെ വ്യക്തമാണ്. ഫലം
ഒരിക്കലും മാങ്ങ, ചക്ക, തേങ്ങ, പ്ലം, അവക്കാഡോ തുടങ്ങി എന്ത് ഫ്രൂട്ടും ഒരിക്കലും ഒരു ഫാക്ടറിയിൽ കുറേ മെഷീൻസൊക്കെ ഉപയോഗിച്ച് കുറേ കെമിക്കൽസ് ഉപയോഗിച്ച് അങ്ങനെയല്ലല്ലോ ഉണ്ടാക്കുന്നത്. യു കനോട്ട് മാനുഫാക്ചർ ഫ്രൂട്ട്സ്, യു ക്യാൻ ഓൺലി കൾട്ടിവേറ്റ് ഫ്രൂട്ട്സ്. അതുകൊണ്ട് അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാ ഫാക്ടറികളും ധാരാളം ഉണ്ടാക്കിയേനെ. നോ, ഫീൽഡുകളിൽ മരം നട്ട് ചെടി നട്ട് അതിൽ നിന്നും വേണം ഫ്രൂട്ട് ഉണ്ടാക്കാൻ. ദ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട് ഈസ് സിംപ്ലി എ റിഫ്ലക്ഷൻ ഓഫ് ദ കണ്ടീഷൻ ഓഫ് ദ ട്രീ. വൃക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്, എന്ത് ടൈപ്പ് വൃക്ഷം ആണോ അതിനനുസരിച്ചായിരിക്കുള്ളൂ വൃക്ഷഫലം. ആ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ ഗുണമേന്മ ഇരിക്കുന്നത് വൃക്ഷത്തിൻ്റെ ഗുണമേന്മയിലാണ്. അപ്പോൾ we don't become fruitful by trying harder and harder and harder, but by being rooted deeper in Christ and in the Spirit. ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും വേരൂന്നി നിന്നെങ്കിൽ മാത്രമേ നമ്മിലേക്ക് ആ നറിഷ്മെൻറ്റ് വന്ന് നമ്മിലൂടെ അത് പുറത്തേക്ക് നല്ല ഫലം പുറത്തേക്ക് വരികയുള്ളൂ. ഇവിടെ നിങ്ങൾ നല്ല ഫലം കായ്ക്കണം, നിങ്ങൾ പോയി ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം. അധികം ഫലം കായ്ച്ചു കഴിഞ്ഞാൽ പിതാവ് മഹത്വപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ തുടക്കം മുതൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ ശാഖകളുമാണ് എന്ന് മാത്രമല്ല, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഫലം കായ്ക്കുന്നുവെങ്കിൽ നിങ്ങളെ ചെത്തി വെടിപ്പാക്കും. എന്തിന്? അധികം ഫലം കായ്ക്കേണ്ടത്. അധികം ഫലം കായ്ച്ചാൽ പിതാവ് മഹത്വപ്പെടും. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി തീയിലിടും. ഒരു മരം കായ്ച്ചില്ലേലും അതവിടെ നിൽപ്പുണ്ടല്ലോ, ഒരു തണലെങ്കിലും കിട്ടില്ലേ, ആ തടിയെങ്കിലും വെട്ടി വിറകിനോ ഉരുപ്പടികൾക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൂടെ? നോ 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 നോ. കർത്താവിൻ്റെ പോളിസി അനുസരിച്ച് ഫലം കായ്ക്കുന്നില്ലയോ വെട്ടിത്തീലിടുക. The sole purpose of growing a tree is to get fruit. അതിനുവേണ്ടിയാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന സസ്യങ്ങൾ, അതത് തരം ഫലം കായ്ക്കുന്ന. അപ്പം ഇവിടെ കർത്താവ് എന്താണ് ഈ ഫലം കായ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? പലതുണ്ട്. ഞാൻ സാധാരണ പറയാറുള്ള ചില കാര്യങ്ങൾ പറയാം. നമ്പർ 1, ക്യാരക്ടർ. നമ്മുടെ അകത്ത് ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിൽ നമ്മൾ കണ്ട സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെയുള്ള ഈ ഫ്രൂട്ട് നമ്മിൽ വരണം. 1. 2, കോണ്ടാക്ട്സ്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ നടപ്പിൽ അത് വരണം. കൊലോസ് ലേഖനം 1:10 അത് കാണുന്നുണ്ട്. കൊലോസ് ലേഖനം 1:10. അതുപോലെ കോൺവെർസേഷൻ, നമ്മുടെ സംഭാഷണം, നമ്മുടെ നടപ്പ്. എബ്രായ ലേഖനം 13:15 ഇത് കാണാം. ഹീബ്രൂസ് 13:15 കോൺവെർസേഷൻ. നെക്സ്റ്റ് ഈസ് കൺവേർഷൻ ഓഫ് സോൾസ്, ആത്മാക്കളുടെ രക്ഷ. യോഹന്നാൻ്റെ സുവിശേഷം 15:16. ഈ യോഹന്നാൻ്റെ സുവിശേഷം 15:16 ഞാൻ വിളിക്കുന്നത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്നാണ്. ചിലരൊക്കെ ചോദിക്കുക, ആരാ നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തേ? ഉത്തരം യോഹന്നാൻ 15:16. ഞാൻ സാധാരണ പറയുന്നതാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ആക്കി വെച്ചിരിക്കുന്നു. അതാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. നിങ്ങളുടെ ബൈബിളിൽ എഴുതുന്നത് പാപമല്ല എന്ന് ചിന്തിക്കുന്നവർ മാത്രം എഴുതിയാൽ മതി. നിങ്ങളുടെ ബൈബിൾ എടുക്കുക, ഹാർഡ് കോപ്പി ബൈബിൾ എടുക്കുക. ഈ യോഹന്നാൻ 15:16 എടുത്തിട്ട് എൻ്റെ മാർജിൽ എഴുതി വെക്കുക, മൈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ചിലരൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ ബൈബിൾ ഉപയോഗിക്കുന്നത്. അതിൽ നോട്ട്സ് എഴുതാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അറിയാമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ദിസ് ഈസ് മൈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ജോൺ 15:16. ആരാണ് നിന്നെ നിയമിച്ചത്? ആരാണ് ആക്കി വെച്ചത്? എൻ്റെ കർത്താവാണ് എന്നെ ആക്കി വെച്ചത്, മനുഷ്യരാരുമല്ല. ഈ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാ? ഫലം കായ്ക്കാൻ. ആമേൻ. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം മാത്രമല്ല, അതുകൊണ്ട് എന്നാൽ വാട്ട് വി ആർ ബിക്കമിങ്, നമ്മളെന്തായിത്തീരുന്നു, നമ്മളെന്തായി വിളഞ്ഞു വരുന്നു, നമ്മളെന്തായി വളർന്നു വരുന്നു,
അതുകൂടെ അതിനകത്ത് പെടുന്നു. ഇറ്റ് ഈസ് ദ എവിഡൻസ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ് വിതിൻ അസ്. നമ്മുടെ അകത്ത് കർത്താവുണ്ട്, ക്രിസ്തുവുണ്ട്, ആക്റ്റീവാണ്, എലൈവാണ് എന്നുകൂടെ പറയുന്നതാണ് ഇത്. ഒന്നുകൂടി ചോദിക്കുകയാണ്, ലോകത്തിലേതെങ്കിലും ഒരു ഫ്രൂട്ട് റൂട്ടില്ലാതെ വളരുമോ? നമുക്ക് ആദ്യം വേണ്ടത് റൂട്ട്സാണ്. റൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ മുകളിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുകയുള്ളൂ. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ റൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. ടൈപ്പ് ചെയ്തിടുക, ഒത്തിരി പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, ഒരാൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക, എല്ലായിടത്തും റൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട് വേണമെങ്കിൽ റൂട്ട് വേണം. വേരില്ലാതെ ഫലം ഉണ്ടാവില്ല. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു വിശ്വാസി, ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈൽഡ് വേണമെങ്കിൽ, ഫ്രൂട്ട് വേണമെങ്കിൽ ആദ്യം റൂട്ട് സിസ്റ്റം കറക്റ്റാണെന്ന് നോക്കണം. എവിടെയാണ് റൂട്ട് വരുന്നത്? 1-ാം സങ്കീർത്തനത്തിലൊക്കെ അറിയാലോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. എവിടെയാണ് നട്ടിരിക്കുന്നത്? ആറ്റരികത്ത്. അപ്പം എൻ്റെ റൂട്ട്സ് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? വെള്ളത്തിലേക്ക്. നല്ല നനവാണ്, കണ്ടോ? ആറിനരികത്ത് അവിടെയുള്ള സോയിൽ, അവിടെയുള്ള മണ്ണൊക്കെ നല്ല ജലാംശമുള്ള മണ്ണാണ്. അതിലേക്കാണ് ഈ റൂട്ട്സ് ഇറങ്ങിയിരിക്കുന്നത്, വേരുകൾ ഇറങ്ങി. അതുകൊണ്ട് തക്ക കാലത്ത് അതിങ്ങനെ ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടെ പറഞ്ഞ് ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്നാൽ ദുഷ്ടന്മാരങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ റൂട്ട്സ് എവിടെയാണ്, അതിനനുസരിച്ച് ഫ്രൂട്ട് വരികയുള്ളൂ. റൂട്ട്സ് മുഴുവൻ എവിടെയായിരിക്കണം? ക്രിസ്തുവിൽ, അല്ലെങ്കിൽ ആത്മാവിലായിരിക്കണം, പരിശുദ്ധാത്മാവിലായിരിക്കണം, വചനത്തിലൊക്കെ ഇറങ്ങണം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വൃക്ഷത്തിന് ഫലം കായ്ക്കണമെങ്കിൽ നല്ല മണ്ണ് വേണം, നല്ല മാനുവർ വേണം, അല്ലേ? നല്ല വളം വേണം, ഇതൊക്കെ വെള്ളം വേണം. ഇതെല്ലാം ഇങ്ങനെ അതിൻ്റെ വേരിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കണം. നല്ല മണ്ണ്, അല്ലേ? വളക്കൂറുള്ള മണ്ണ്. വളം പോരെങ്കിൽ വളം ഇട്ട് കൊടുക്കണം. അത് കൂടാതെ വെള്ളം വേണം. അപ്പോൾ ക്രിസ്തു വേണം, ആത്മാവ് വേണം, വചനം വേണം. ഇതെല്ലാം കൂടെ വേരിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നാണ് മുകളിൽ അതിൻ്റെ ന്യൂട്രീഷനെല്ലാം വലിച്ചെടുത്ത് അവസാനം പുറത്തേക്ക് വരുന്നത് ഫ്രൂട്ടാണ്. ഹല്ലേലൂയ. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെ വായിക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്നൊരു സംഭവം. കർത്താവ് ഒരു ഉപമ പറഞ്ഞതാ, പക്ഷേ ഉള്ളു കാളുന്ന ഒരു ഉപമയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ലൂക്ക് 13 verse number 6-9 പറയുന്നത് ഇങ്ങനെയാണ്. Then he told this parable. A man had a fig tree growing in his vineyard, and he went to look for fruit on it, but he did not find any. ഒരു മനുഷ്യൻ ഒരു അത്തിവൃക്ഷം നട്ടു, തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ ഫലം അന്വേഷിച്ച്, ഈ അത്തിയിൽ ഫലം ഉണ്ടാകുമെന്ന് അന്വേഷിച്ച് പോയി. ചെന്നപ്പോൾ ഒന്നുമില്ല. സോ ഹി സെഡ് ടു ദ മാൻ ഹു ടുക്ക് കെയർ ഓഫ് ദ വിനിയഡ്. ഈ മുന്തിരിത്തോട്ടം നോക്കുന്ന ആളെ വിളിച്ചിട്ട്, തോട്ടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, For 3 years now I've been coming to look for fruit on this fig tree and I haven't found any. 3 വർഷമായി ഞാൻ ഇതിൽ അത്തിപ്പഴം കിട്ടുമോ എന്ന് വിചാരിച്ച് ഞാൻ വരുന്നു. ഇത്രയും യാത്ര ചെയ്തല്ലേ ഞാനിവിടെ വരുന്നേ. 3 വർഷമായി വരുന്നു. കട്ട് ഇറ്റ് ഡൗൺ. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് ആണ്. കട്ട് ഇറ്റ് ഡൗൺ. വൈ ഷുഡ് ഇറ്റ് യൂസ് അപ്പ് ദ സോയിൽ? ഈ മണ്ണ് എന്തിനാ വേസ്റ്റ് ആക്കുന്നത്? ഇതിങ്ങനെ വളർന്ന് വലിയ വൃക്ഷമായിക്കൊണ്ടിരിക്കുക. മണ്ണിലെ, വളക്കൂറുള്ള മണ്ണിലെ സകലതും പോഷകം മുഴുവൻ അത് വലിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കിന്ന് വരെ ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിനെ വെട്ടിക്കളയാ, ഫലം കായ്ക്കുന്ന വേറൊരു വൃക്ഷം അവിടെ നട്ടാൽ പോരെ. സർ, ദ മാൻ റിപ്ലൈഡ്, തോട്ടക്കാരൻ പറയാം, ലീവ് ഇറ്റ് അലോൺ ഫോർ 1 more year and I will dig around it and fertilize it.
1 വർഷം കൂടെ അവിടെ നിന്നോട്ടെ. തോട്ടക്കാരൻ പറയാം, ഇപ്പോൾ വെട്ടല്ലേ പ്ലീസ്, ഞാനതിനൊന്നുകൂടെ നന്നായിട്ട് കുഴിച്ച് കുറച്ചുകൂടി വളമിട്ട് കൊടുത്ത് നോക്കാം. ഇഫ് ഇറ്റ് ബെയർസ് ഫ്രൂട്ട് നെക്സ്റ്റ് ഇയർ ഫൈൻ, ഇഫ് നോട്ട് ദെൻ കട്ട് ഇറ്റ് ഡൗൺ. 1 വർഷം കൂടെ നിൽക്കട്ടെ, നോക്കാം. ഫലം കായ്ച്ചില്ലെങ്കിൽ ആ സമയത്ത് കട്ട് ചെയ്യാം. അപ്പോൾ 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടുകയാണ് ജീവിക്കാൻ. ആർക്ക്? ഈ അത്തിവൃക്ഷത്തിന് 1 വർഷം കൂടെ കിട്ടുകയാണ്. സോ അപ്പോൾ ഇവിടെ ഈ മുന്തിരിത്തോട്ടത്തിൽ നട്ടു വളർത്തിയ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ആകപ്പാട് ഒറ്റ പ്രതീക്ഷയുള്ളൂ, അത്തിപ്പഴം കിട്ടണം. അതിനു വേണ്ടിയാണ് തിരഞ്ഞു വന്നത്. 3 വർഷം വന്നു, പക്ഷേ കിട്ടിയില്ല. അവസാനം കട്ട് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം 4th ഇയർ ഈസ് ദ ഫൈനൽ ചാൻസ്, 4ാം വർഷം. അപ്പോൾ ദൈവവും ഒരു പക്ഷേ എല്ലാറ്റിനും ഒരു സമയപരിധി വെച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എൻ്റെ അർത്ഥം നോക്കുവാണെങ്കിൽ, ശരിക്കും അവിടെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ, അവിടെ പറയുന്ന അത്തിവൃക്ഷം ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. യേശു കർത്താവ് അവരോടാണല്ലോ സംസാരിക്കുന്നത്, ഇസ്രായേലിനോടാണ്. അപ്പോൾ 3 വർഷം നോക്കി, 3 വർഷമാണ് കർത്താവ് അവിടെ ശുശ്രൂഷിച്ചത് അല്ലേ. അവരുടെ ഇടയിൽ 3 വർഷമാണ് ഇതുപോലൊരു ശരീരത്തിൽ അവൻ നേരെ നിന്ന് ശുശ്രൂഷിച്ചത്. പക്ഷെ ഫലം കായ്ക്കുന്നില്ല. അപ്പോൾ 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ ചോദിക്കുകയാണ്. ഒരു പക്ഷെ പിതാവായ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുക, പിതാവായ ദൈവമാണ് പറയുന്നത് കടിഡാണ്, വെട്ടികൾ. കാരണം എൻ്റെ മകനെ തന്നെ തോട്ടക്കാരനായിട്ടൊക്കെ വിട്ട്, എൻ്റെ മകൻ തന്നെ കൃഷി ചെയ്യുകയാണ്, വിട്ടിട്ട് 3 വർഷം ഇത്രയും ശുശ്രൂഷിച്ചിട്ട് ഇവരൊന്നും നന്നാകുന്നില്ലെങ്കിൽ നന്നാകണ്ട, അങ്ങ് വെട്ടിക്കള. പക്ഷെ കർത്താവ് വീണ്ടും ചോദിക്കുക, ഒന്ന് 1 വർഷം കൂടി താ. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥം വഹിക്കുന്നു. ഇന്നും അത് ചെയ്യുന്നുണ്ട് കർത്താവ്. വെട്ടല്ലേ 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 വെട്ടല്ലേ. ഈവൻ പത്രോസിനോട്, പത്രോസിനോട് ശിമോനെ സാത്താൻ 2 വട്ടം കൽപ്പന ചോദിച്ചു, എന്നാൽ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് ഭയങ്കര ഒരു പ്രാർത്ഥനക്കാരനാണ്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നയാളാണ്. ചുരുക്കി പറഞ്ഞാൽ സീസൺ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നതിനും ഒരു ലിമിറ്റുണ്ട്. ആ സീസൺ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കളകത്ര അതിൻ്റെ അവസാനം, ചുട്ടുകളകത്ര അതിൻ്റെ അവസാനം, തീയിലിടുക അത്ര അതിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ഫ്രൂട്ട്ലെസ് ഫിക്ടറി ഉണ്ട്. ഇത് ഒരു അത്തിവൃക്ഷം. അവിടെ ഒരു ഉപമയായിട്ട് പറഞ്ഞു. ഇനി ശരിക്കൊരു സംഭവം നടന്നു. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 13-14 വചനങ്ങളിൽ ദൂരെ നിന്ന് കർത്താവ് ഇങ്ങനെ വരിക, ഒരു അത്തിവൃക്ഷം കാണുകയാണ്. നിറയെ ഇലകളുള്ള വലിയൊരു അത്തിവൃക്ഷം. അപ്പോൾ ഇത് കണ്ടപ്പോൾ കർത്താവ് നേരെ അതിലെന്തെങ്കിലും പഴം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അത്തിപ്പഴം നോക്കി കർത്താവ് അടുക്കൽ വരെ ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇലയല്ലാതെ അതിൽ ഫലമുണ്ടായിരുന്നില്ല, അത്തിപ്പഴം ഇല്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, മേ നോ വൺ എവർ ഈറ്റ് ഫ്രൂട്ട് ഫ്രം യു അഗെയിൻ. ഇനി ആരും നിന്ന് ഈ പഴം കഴിക്കാനിടയാകരുത് എന്ന് പറഞ്ഞു, ശപിച്ചു. പിറ്റേ ദിവസം ആ വഴിക്ക് വരുന്ന സമയത്ത് അത് മൊത്തം ഉണങ്ങി നിൽക്കുന്നത് കൊണ്ട്, ഓ വൗ, വാട്ട് ഈസ് ദിസ്? ശിഷ്യന്മാരങ്ങ് ഞെട്ടിത്തരിച്ചു, എന്താ ഇവിടെ നടക്കുന്നേ, ഇത് മൊത്തം ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ സങ്കടം തോന്നി, എന്തിനാ കർത്താവ് അതിനെ ശപിച്ചത്? ഇല അത്തിപ്പഴം ഇല്ലെന്ന് വെച്ചാൽ അവിടെ നിന്നോട്ടെ, ആർക്കെങ്കിലും തണലെങ്കിലും കിട്ടില്ലേ? നോ, അതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം അന്നത്തെ കാലത്ത് ഇസ്രായേലിൽ ആ ടൈപ്പ് സ്പീഷീസിലുള്ള അത്തിവൃക്ഷം എന്ന് പറയുന്നത് അവിടെ ഇലയല്ലാതെ ഒന്നുമില്ല എന്ന് പ്രത്യേകിച്ച് അവിടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം സാധാരണ ഫലം കായ്ക്കുന്നത് ആദ്യം അത്തിപ്പഴം വരും, എന്നിട്ട് ഇല വന്ന് അതിൻ്റെ മുകളിൽ മൂടും, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വരും. ഇതാണ് സാധാരണ രീതി. അതിൻ്റെ അർത്ഥം ഇല ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പഴം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എൻ്റെ രീതി. കാരണം ഒന്നുകിൽ അത്തിപ്പഴം ആദ്യം വന്നിട്ട് ഇല അതിൻ്റെ പുറകെ വരും, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വരും. എങ്ങനെ വന്നാലും ഇല കണ്ടാൽ അതിൻ്റെ അർത്ഥം അത്തിപ്പഴം അതിൻ്റെ താഴെ കാണും. പക്ഷെ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ആ ഇല മാത്രമേ ഉള്ളൂ,
അതിൻ്റെ അർത്ഥം ഇത്രയും വലിയ വൃക്ഷമായത് നിൽക്കുന്നെങ്കിലും ദാറ്റ് വാസ് ഡിസെപ്റ്റീവ്. അങ്ങനെയല്ല അതിനെ ഡിസൈൻ ചെയ്തത്, അങ്ങനെയല്ല ഒറിജിനലി പ്ലാൻ ചെയ്ത്. കർത്താവ് അങ്ങനെയല്ല സൃഷ്ടിച്ചത്. ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. മൊത്തത്തിലൊരു ശാപം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഏതായാലും കർത്താവ് അതിനെ ശപിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു കപടനാട്യമുള്ള ഒരു 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 കാര്യത്തെയാണ് ഈ ഇലയുണ്ട് പഴമില്ല. വാസ്തവത്തിൽ പഴമാണ് ആദ്യം കാണേണ്ടത്. ഇലയുണ്ടെങ്കിൽ പഴം ഉണ്ടാകണം. അതാണ് ഇന്നത്തെ മതങ്ങൾ, അതാണ് ഫലം കായ്ക്കാത്ത അവസ്ഥകൾ. പുറമേ നോക്കുമ്പോൾ ഭക്തിയുടെ പരിവേഷം, അകത്തെല്ലുമ്പോൾ ഫ്രൂട്ടില്ല. ഈ അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കാൻ ചങ്കിലടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തിയില്ലാതെ, അതിൻ്റെ ഫ്രൂട്ടില്ലാതെ, സ്നേഹ സന്തോഷ സമാധാനം തുടങ്ങിയതൊന്നുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കത് ആ രീതിയിൽ ഉണ്ടാകാതിരിക്കട്ടെ. എത്ര പേര് ആമേൻ പറയും? ഒത്തിരി പേരൊന്ന് ദയവായി ആമേൻ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? യോഹന്നാൻ 15:8 പറയുന്നത് ഇങ്ങനെയാണ്, John 15:8, "This is to my Father's glory that you bear much fruit, showing yourselves to be my disciples." എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ അധികം ഫലം കായ്ക്കുവിൻ. അങ്ങനെ എല്ലാവരും എൻ്റെ ശിഷ്യന്മാരെന്നറിയട്ടെ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ശിഷ്യന്മാരെന്നറിയാൻ അടുത്തൊരു മാർഗമാണെന്ത്? നിങ്ങൾ ധാരാളം ഫലം കായ്ക്കണം. അതിലൊന്ന് ആത്മാവിൻ്റെ ഫലമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇന്ദ്രിയജയം വരെയുള്ളത്. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവ്, വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ അത് ഉളവാകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും ഉളവാകട്ടെ. ഇതിന് ശേഷം എൻ്റെ റീപ്ലേ കാണുന്നവർ, അവരിലെല്ലാം അത് ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈനീട്ടാൻ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ, ഗോയിറ്റർ, ഇതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈകളിലേക്ക് കർത്താവ് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവ്, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. കൈനീട്ടിരിക്കുന്നവരിൽ ഏത് വിഷയത്തിലും കർത്താവ് നീ ഒരു മറുപടി നൽകി അനുഗ്രഹിക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ 2 ആഴ്ച 6+6 12 ദിവസങ്ങളിലായിട്ട് ഈ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പഠിച്ചു. ഇത് ആവർത്തിച്ച് വീണ്ടും കേൾക്കുക, കാണുക, നോട്ട്സ് വീണ്ടും മറിക്കുക, അതിലൂടെ വീണ്ടും പോവുക. എന്നാൽ ഇതെല്ലാം നിങ്ങളെല്ലാവരിലും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓൾ ദ ബെസ്റ്റ്. അടുത്ത ആഴ്ചയിൽ, അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും അടുത്ത ഒന്നിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.